പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നിരന്തരമായി ദൈവവചനം കേൾക്കുവാനും ദൈവവചനത്തിൽ ആശ്രയിക്കുവാനും ദൈവം ഒരുക്കി തരുന്ന എല്ലാ അവസരങ്ങളും കർത്താവിന് മഹത്വം കൊടുക്കുന്നു. അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കുറച്ച് ദിവസങ്ങളായി ദൈവവചനത്തിൽ കേട്ടുവരുന്ന ഭാഗമാണ് മുൻപോട്ട് പോകുക എന്നുള്ള സന്ദേശത്തിൽ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കൾക്ക് പറയുക. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടു വന്ന വിശ്വാസത്തിൽ മുൻപോട്ട് പോകണം, 2 ആശ്രയത്തിൽ മുൻപോട്ട് പോകണം, രണ്ടാമത്തെ പദം ആശ്രയത്തിൽ മുൻപോട്ട് പോകണം, 3 നമ്മൾ കേൾപ്പിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ദർശനത്തിൽ, ദൈവിക ദർശനത്തിൽ മുൻപോട്ട് പോകണം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് തീരുമാനങ്ങളിൽ മുൻപോട്ട് തന്നെ പോകണം. തീരുമാനങ്ങളിൽ മുൻപോട്ട്. ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും ആ തീരുമാനത്തിൽ തന്നെ മുൻപോട്ട് പോകുവാനും നാം താല്പര്യപ്പെടുന്നു. തീരുമാനമെടുക്കുന്ന വിഷയങ്ങൾ ദൈവത്തിന്റെ വചന സദൃശവാക്യത്തിലൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ്. മനസ്സുള്ളവരെ യഹോവ വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമെടുത്തു, അതിൽ ഉറച്ചു വെക്കാൻ പറ്റത്തില്ല, അത് പറ്റാത്തതുകൊണ്ട് മറ്റൊരു തീരുമാനമെടുത്തു, അങ്ങനെ മാറിപ്പോകുന്നവരെ യഹോവ വെറുക്കുന്നു. എന്നാൽ ഒരു തീരുമാനമെടുത്ത് അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് യഹോവയ്ക്ക് അവന്റെ ഉള്ളത്തിൽ പ്രസാദമുണ്ടാകുവാനിടയായി. വേദപുസ്തകം പഠിക്കുമ്പോൾ വിവിധ ഭാഗങ്ങളിൽ നമ്മെ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന വ്യക്തികളെ കാണാൻ, തീരുമാനങ്ങളിൽ നിന്ന് വീണുപോയ വ്യക്തികളെ കാണാൻ കഴിയും. ദൈവത്തിന് ഇഷ്ടം. ബിലയാം എന്ന പ്രവാചകൻ ദൈവത്തോട് ആദ്യം ചോദിക്കുന്നത്, ബാരാക്ക് സമ്മാനങ്ങളുമായി ആളെ വിട്ടപ്പോൾ ദൈവത്തോട് ചോദിച്ച ചോദ്യമുണ്ട്, ഞാൻ അവരുടെ കൂടെ പോകണോ ചെയ്യണോ എന്ന് ചോദിച്ചു. ദൈവം നോ, വേണ്ട എന്ന് പറഞ്ഞു. അവിടെ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ അല്പസമ്മാനങ്ങളവിടെ കണ്ടപ്പോൾ ബിലയാം ദൈവത്തോട് വീണ്ടും ചോദിക്കുകയാണ്, ദൈവമേ എന്നാ? ആവർത്തിച്ച് ദൈവസന്നിധി ചോദിച്ച പ്രാർത്ഥിച്ച വിഷയത്തിന് ദൈവം പൊയ്ക്കോളാൻ പറഞ്ഞു. ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ, ഒരു തീരുമാനത്തിൽ ഉറയ്ക്കാൻ കഴിയാതെ ബിലയാമിന് ദൈവത്തിന്റെ ഉള്ളത്തിൽ പ്രസാദമുണ്ടായില്ല. ദൈവത്തിന്റെ ഉള്ളത്തിൽ നിന്നവന് പ്രസാദം ലഭിക്കാതെ. പ്രിയരെ, നാം എടുത്ത തീരുമാനം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ, ദൈവാശ്രയത്തോടെ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മല പോലത്തെ പ്രശ്നം മുൻപിൽ വന്നാലും ആ പ്രശ്നത്തിന്റെ നടുവിൽ നമ്മെ തള്ളിക്കളയാതെ നമ്മെ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇസ്രായേൽ ബാലന്മാരെ ദാനിയേലിന്റെ പുസ്തകത്തിൽ ദാനിയേലിനെയും 3 ബാലന്മാരെയും നമുക്ക് കാണാൻ കഴിയും. അവരെ രാജ്യത്തു പോയി അവരെ അധികാരങ്ങളൊക്കെ കൊടുത്തപ്പോൾ രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കണം, ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ദാനിയേൽ പറഞ്ഞൊരു കാര്യം, രാജാവ് നിർത്തിയ ബിംബമല്ല, എന്നാ പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കത്തുള്ളൂ. ആ ബാലന്മാരെ തീച്ചൂളക്കകത്തേക്ക് എറിയുന്നൊരു കാഴ്ച. അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോൾ പ്രതിസന്ധി ഇല്ലെന്നല്ല, പ്രതിസന്ധി വന്നു. പക്ഷെ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കർത്താവ് അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ഒരു കാലഘട്ടം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ, പോകുന്ന നാട്ടിൽ എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ രീതികൾ മാറ്റും, ആരാധന ശൈലികൾ മാറ്റും. നാം പിതാക്കന്മാരുടെ സമയത്ത് ദൈവത്തെ ആരാധിച്ച വിശുദ്ധിയും വേർപാടും ഒക്കെ വിട്ടിട്ട് കാലത്തിനൊത്തു തുള്ളുന്നത് പോലെയുള്ള ഒരു അനുഭവത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കും. അങ്ങനെ ചെയ്താൽ എന്താ, അങ്ങനെ ചെയ്താൽ ബൈബിളിൽ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ
ചോദിക്കുന്നൊരു തലമുറയായി കഴിഞ്ഞിരിക്കുകയാണ് ദൈവത്തിന് ഇഷ്ടം. അതിന്റെ നടുവിലും വിശുദ്ധിക്കും വേർപാടിനും തീരുമാനങ്ങൾക്കും സ്തോത്രം ഉറപ്പുള്ളവർ, അവരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, തീച്ചൂളയുടെ നടുവിലും നിങ്ങളെ ഒറ്റയ്ക്ക് വിടാത്തൊരു ദൈവത്തിന്റെ കരമുണ്ട്. ദൈവത്തിന് ഇഷ്ടം. ഹല്ലേലൂയ. അപ്പം കാലത്തിനൊത്ത് നാം മാറേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, കാലത്തിനൊത്ത് നമ്മുടെ തീരുമാനങ്ങൾ മാറ്റുകയല്ല. ഈ ആണ്ടർ ദി മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ പലരും തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. 1-ാം തീയതി, ജനുവരി മാസം 1-ാം തീയതി പല തീരുമാനങ്ങൾ എടുക്കും. ഈ വർഷം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഈ വർഷം ഞാൻ ഇത്ര നേരം പ്രാർത്ഥിക്കും, ഇത്ര വ്യക്തികളെ പോയി കാണും, ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യും, സുവിശേഷം പറയും, ഇന്ന ദേശങ്ങളിൽ പോകും, സുവിശേഷ വേല ചെയ്യും. അങ്ങനെ പല വിധത്തിലുള്ള വ്യക്തികൾ പല വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ആ 1-ാം തീയതി മാത്രമേ ആ തീരുമാനമുള്ളൂ. അത് കഴിയുമ്പോൾ ഒട്ടുമിക്ക പേരും ആ തീരുമാനങ്ങൾ മറന്നു പോകാറുണ്ട്. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്നു, ദൈവം ഉവ്വ എന്ന് പറഞ്ഞാൽ ഉവ്വ എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമാണ്. എന്ന് പറഞ്ഞാൽ അതുപോലെ നാമുമായി തീരുക എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയരെ, അങ്ങനെയുള്ള ഇസ്രായേൽ ബാലന്മാരെ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ദൈവത്തിന്റെ മുഖത്തെ നോക്കത്തുള്ളൂ. അവരുടെ ഒരു തീരുമാനമായിരുന്നു. അവർ ആ തീരുമാനത്തിൽ മുൻപോട്ട് പോയപ്പോൾ ദൈവം അവര് കരിഞ്ഞു പോകുന്നെങ്കിൽ, അവർ നശിച്ചു പോകുന്നെങ്കിൽ നശിച്ചു പോകട്ടെ എന്നല്ല, ആ രാജ്യത്തിന്റെ നിയമത്തിനൊത്തവണ്ണം അവർക്ക് നിന്നുകൂടായിരുന്നു. അല്പസമയത്തേക്ക് അവർക്ക് ആ ബിംബത്തെ ഒന്ന് നമസ്കരിച്ചുകൂടായിരുന്നു എന്ന് വേണമെങ്കിൽ മറ്റുള്ളവർക്കും ഇന്നത്തെ കാലയളവിലെ കൾച്ചറിനനുസരിച്ച് വേണേൽ പറയാം. കാലത്തിനനുസരിച്ച് അവർക്ക് അതങ്ങ് ചെയ്തുകൂടായിരുന്നു. ഒരു പ്രാവശ്യം ഒന്ന് വണങ്ങിയെന്ന് കരുതി എന്നാ പ്രശ്നം എന്താ? ഹല്ലേലൂയ. ഒരു പ്രാവശ്യം ഇത് ചെയ്തെന്ന് പറഞ്ഞ എന്നാ പ്രശ്നം എന്താ എന്നൊരു സമയത്തിലേക്ക് വന്നിരിക്കുക. പ്രിയമുള്ളവരെ, ഈ സന്ദേശം പറയുമ്പോൾ അങ്ങനെ ചിന്താഗതികൾ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ, ദൈവാത്മാവ് വചനത്തിലൂടെ ഇടപെടുന്നു. എടുത്ത തീരുമാനത്തിൽ വേർപാടിനും വിശുദ്ധിക്കും വേണ്ടി തീരുമാനത്തിൽ തന്നെ മുൻപോട്ട് പോകുവാനിടയായി തീരണം. അങ്ങനെ തീരുമാനത്തിൽ മാറിപ്പോകുന്നൊരു പോകട്ടെ. നാം നമ്മെ തന്നെ സൂക്ഷിപ്പാൻ, നാം ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയുള്ളവരായി നിഷ്കളങ്കരായി നിൽക്കുവാൻ ദൈവാത്മാവ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ തീരുമാനത്തിൽ ഉറച്ചു നിന്നിട്ട് വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടവരുണ്ട്. തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നിട്ട് ആരുമില്ലാത്ത അവസ്ഥകളിൽ ആയി പോകേണ്ടവരുണ്ട്. കല്യാണ ചടങ്ങിനും മറ്റുള്ള സന്തോഷ വീടുകളിൽ ചടങ്ങുകൾക്കൊക്കെ വിളിക്കാതെ ഒറ്റപ്പെടുത്തി കളഞ്ഞ പലരും ഈ സന്ദേശങ്ങൾ ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാകാം. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾക്ക് ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു വലിയ സ്ഥാനമുണ്ട്. സ്വർഗം നിങ്ങളെ നോക്കി സന്തോഷിക്കുന്നു. എടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ, എടുത്ത തീരുമാനത്തിൽ തന്നെ മുൻപോട്ട് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, തീരുമാനത്തിൽ മുൻപോട്ട് പോകുക, വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തിൽ എടുത്ത തീരുമാനത്തിൽ മുൻപോട്ട് പോകാൻ കർത്താവ് ഇടം ചെയ്യട്ടെ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.